നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചു കയറിയതോടെ നെതന്യാഹുവിന് ഇരട്ടക്കരുത്തായി എന്ന് കരുതിയിരുന്നവർ ഏറെയാണ്. എന്നാൽ ഹമാസിനെയും ഹിസ്ബുള്ളയും അടിച്ചമർത്തുന്ന നെതന്യാഹുവിന് സ്വന്തം നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നെതന്യാഹുവിനെതിരെ അതിശക്തമായ രോഷം ഇസ്രായേലിൽ ഉടലെടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ഏറെയാണ്. ഇതിനിടയിലാണ് നെതന്യാഹുവിന്റെ മകന്റെ തുറന്നു പറച്ചിൽ ഏറെ സജീവ ചർച്ചയാകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണവുമായി മകൻ യാഹിർ നെതന്യാഹുവാണ് രംഗത്ത് വന്നത്. ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്നും യാഹിൻ ആരോപിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടയിലാണ് യാഹിർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ ഓഫീസിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന അവസ്ഥ വന്നതോടെ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് യാഹിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നത്. കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട്. എന്നാൽ ഷിൻബത്തും സൈന്യവും ചേർന്ന് അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും യാഹിർ പറഞ്ഞു. 1960കളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രായേലിലുള്ളത്. തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും ഹമാസിനേക്കാളും ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻബത്ത് ആണെന്നും യാഹിർ ആരോപിക്കുന്നു. അതേസമയം ഷിൻബത്തിനെതിരെ ആരോപണം കടുപ്പിക്കുന്ന പരാമർശങ്ങളും യാഹിർ നടത്തുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ IDF ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഷിൻബത്ത്. ഗാസയിലെ ഡോക്ടറായ ഡോക്ടർ മെൻഗലെയെയും നിരവധി ഭീകരവാദികളെയും ജയിലിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരാണിവരെന്നും യാഹിർ ആരോപിക്കുന്നു. ഒക്ടോബർ 7 നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയതായിട്ടുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യാഹിർ ഏറ്റുപിടിക്കുന്നുണ്ട്. ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകൂവെന്നാണ് ഇവർക്ക് സിൻവർ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇസ്രായേലിലെ ജയിലുകളിൽ അപകടകാരികളായ ആളുകൾ ഉണ്ടെന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇവർ വിലപേശുകയാണെന്നും യാഹിർ ആരോപിക്കുന്നു. ദ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകൾ ഒരുപാട് പരിക്കുണ്ടായിട്ടുണ്ടെന്നും യാഹിർ നെതന്യാഹു ആരോപിക്കുന്നുണ്ട്. അതേസമയം അടുത്തിടെ നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽസ്റ്റൈൻ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണവും പുറത്തു വന്നിരുന്നു. യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നെല്ലാം വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളിലാണ്. ഇതിനിടയിലാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കുന്നത്. ഇത്തരത്തിൽ നെതന്യാഹു വിവാദത്തിന് നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസിക്കെതിരെ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്തിടെ നെതന്യാഹുവിനെതിരെ ജനങ്ങളും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങിയത്. ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ പോരാട്ടം തുടരുന്നതിനിടയിലാണ് നെതന്യാഹു പ്രതിരോധ മന്ത്രിയെ മാറ്റിയത്. ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് പരിചയസമ്പന്നനും മുൻ ജനറലുമായിരുന്ന യോവ് ഗാലന്റ്. ഹിസ്ബുള്ളയിൽ നിന്ന് നിരന്തരമായി ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ യോവ് ഗാലന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായത്. ഇസ്രായേലിലെ സുരക്ഷ അപകടകരമായ രീതിയിൽ തുടരുന്നതിനിടയിലായിരുന്നു ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള നെതന്യാഹുവിന്റെ തീരുമാനമെത്തിയത്. ഇതോടെ ജനങ്ങൾ വ്യാപക പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ സെൻട്രൽ ടെൽ അവീവിലും മറ്റ് നഗരങ്ങളിലും തടിച്ചുകൂടി. ടെൽ അവീവിൽ പ്രതിഷേധക്കാർ റോഡ് തടയുകയും ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കേണ്ടതിന് പകരം നെതന്യാഹു സ്വന്തം താൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. എന്നാൽ ഗാലന്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ പൂർണ്ണ വിശ്വാസം ആവശ്യമാണെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഗാലന്റിന് പകരം പരിമിതമായ സൈനിക പരിചയമുള്ള വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെയാണ് പ്രതിരോധ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നത്.